ക്ഷേത്രദർശനം നമുക്ക് വളരെ ഗുണം ചെയ്യും. നമ്മൾ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ക്ഷേത്രത്തിൽ തന്നെയല്ല ഈശ്വര സാന്നിധ്യം. എല്ലാ സ്ഥലത്തും പ്രപഞ്ചത്തിൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്, ശക്തിയാണ് ദൈവം. നാം എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പുഷ്പം വിരിഞ്ഞാൽ അതിൽ ആ ഭംഗിയിൽ ദൈവശക്തി അധികമായിട്ടുണ്ട്. നമ്മളത് കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മളിലേക്ക് അത് ഒഴുകി വരും. ഒരു കുഞ്ഞിനെ കണ്ട് നമ്മൾ ആ കുഞ്ഞിനെ മനസ്സാൽ ആളിക്കും. ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നൊരു വികാരമാണത്. ആ കുഞ്ഞിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കും ഈശ്വര ശക്തി, അതായത് ഈശ്വര ചൈതന്യം. എന്തിനേയും സ്നേഹിക്കാൻ, എന്തിനും നന്മ കണ്ടെത്താനുള്ള ഒരു ശേഷിയുള്ളവരിലേക്ക് ഈശ്വരാംശം വളരെ വന്നു ചേരും. അത് എന്നാൽ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നു, അതിന് കാര്യമുണ്ട്. ഈ ക്ഷേത്രം പണിയാൻ ആവശ്യമുള്ള സ്പോട്ട് തിരഞ്ഞെടുത്തത് സാധാരണ മനുഷ്യനല്ല. സാധാരണയിൽ കൂടുതൽ ബോധാവസ്ഥയിലുള്ള യോഗികളാണ് ആ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരഞ്ഞെടുത്തത്. ഒരു പ്രദേശത്ത് മർമ്മസ്ഥാനങ്ങളുണ്ട്. ചില പ്രദേശങ്ങളിൽ ജൈവശക്തി, പ്രപഞ്ചത്തിൽ നിന്ന് ജൈവശക്തി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അവ നമ്മളിലേക്ക് ധാരാളമായി പ്രവഹിക്കാൻ തക്ക വിധമുള്ള ഒരു നിർമ്മാണമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടി ആകുമ്പോൾ നമുക്ക് ക്ഷേത്രദർശനം നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ജൈവശക്തി പകർന്നു വരും. ദൈവവിശ്വാസിയാകണമെന്നില്ല, ഇല്ലെങ്കിലും ക്ഷേത്രദർശനം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ജൈവശക്തി പകർന്നു വരും. അപ്പോൾ ദൈവവിശ്വാസി അല്ലാത്ത ആളും ക്ഷേത്രദർശനം നടത്തിയാൽ ഗുണമേ ഉണ്ടാവും, ദോഷം വരില്ല. അവിടെ നന്മ മാത്രമാണ്, നല്ല ചിന്തയാണ്, നല്ല നിർമ്മാണ വൈദഗ്ധ്യം ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ആ ശ്രീകോവിലും പ്രതിഷ്ഠയും ചുറ്റമ്പലവും അതിൻ്റെ അമ്പലമുറ്റവും ആ 4 വശത്തെയും ആ ഭൂമിയുടെ കിടപ്പും ഒക്കെ അത് ജൈവാംശം അവിടെ കൂടുതൽ കിട്ടത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മതിലിനകത്ത് കയറിയാൽ പോലും ആ ഗുണം കിട്ടിത്തുടങ്ങും. അത് ക്ഷേത്രത്തിൽ ദൈവം ഇരിപ്പുണ്ട് എന്നും കണ്ട് അങ്ങോട്ട് ആരും പോകണ്ട. ഇവിടെ നമ്മുടെ വീട്ടിലുള്ള ദൈവം തന്നെ, ആ ദൈവശക്തിയേ ഉള്ളൂ അമ്പലത്തിലും. പക്ഷേ ഈ ജൈവശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, പ്രപഞ്ച നിർമ്മാണത്തിന് ഉപയോഗിച്ച ശക്തിയാണ്. പ്രപഞ്ച നിർമ്മാണം അനുസ്യൂതം വളർന്നുകൊണ്ടേ ഇരിക്കുന്നു, മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ സസ്യവും വളരുന്നതും കാലാവധി എത്തിയാൽ നശിക്കുന്നതും ഓരോ ജീവജാലങ്ങളും ഇവിടെ ജീവിക്കുന്നതും ആ ശക്തി കൊണ്ടാണ്. നമ്മെപ്പോലെ നമ്മളുടെ മനുഷ്യൻ്റെ കുട്ടികളെപ്പോലെ പരിചരിക്കണമായിരുന്നെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു കുരങ്ങ് അല്ലെങ്കിൽ ഒരു കാക്ക അതെങ്ങനെ ജീവിക്കുമായിരുന്നു? അതിന് പറ്റുമോ? പക്ഷേ പ്രകൃതി അത് മുൻകൂട്ടി പ്രകൃതിക്കറിയാം. അതാണ് ജൈവശക്തി എന്ന് പറയുന്നത്. ഒരു കാക്കയുടെ കുഞ്ഞ് ഒരിക്കലും മുറ്റത്തിന് മുമ്പ് പുറത്ത് ചാടാറില്ല. ഒരു ചെറിയ സംവിധാനത്തിൽ ഒരു ചുള്ളിക്കമ്പ് വെച്ചതിൽ ഇരിക്കുന്ന മുട്ടയിട്ട് വിരിഞ്ഞ് അത് വിരിഞ്ഞ് വളരുന്നത്. മറ്റൊരു കിളിക്ക് വളരെ എളുപ്പമായിട്ട് അതിനെ ഉപദ്രവിക്കാം, പക്ഷേ അത് സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. 99% ഭാഗത്തും അതിനൊന്നും വരാറില്ല. ശരിക്കും പറക്കം ആയിക്കഴിഞ്ഞാൽ അത് പുറത്ത് ചാടും. എല്ലാ പക്ഷികളും അങ്ങനെയാണ്. അവിടെയാണ് ഈശ്വരശക്തി പ്രവർത്തിക്കുന്നത്. ഒരു പശുവിനെ പിറന്ന് വീണ ഉടനെ അത് എഴുന്നേറ്റ് നടക്കും. പശുക്കുട്ടി അതിൻ്റെ അമ്മയുടെ മുലക്കാമ്പ് തപ്പിപ്പോയി മുല കുടിച്ചു തുടങ്ങും. ഒരു മനുഷ്യക്കുട്ടിയാണെങ്കിലോ പരിചരണം എങ്ങനെ വന്നാലും 1 കൊല്ലം വേണ്ടി വരും, എത്ര കുറഞ്ഞാലും. അത് ആണ് ഈ ജൈവശക്തി എന്ന് പറയുന്നത്. ജൈവശക്തിയാണ് എല്ലാ പ്രപഞ്ച നിയമങ്ങളും നിയന്ത്രിക്കുന്നത്. അത് നമ്മിലേക്ക് നമ്മളറിയാതെ കൂടുതലായിട്ട് ലഭിക്കാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ നമ്മളുടെ കഴിവുകൊണ്ട് നേടിയെടുക്കാനാവും. അല്ലെങ്കിൽ തന്നെ പ്രപഞ്ചത്തിലുണ്ടല്ലോ ധാരാളം, നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്.
കൂടുതലായിട്ട് കിട്ടും ക്ഷേത്ര ദർശനത്തിലൂടെ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അവിടെ ദൈവത്തിന് നമ്മളുടെ പൈസ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവം അവിടെ നമ്മയൊക്കെ സൃഷ്ടിച്ച് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ദൈവശക്തിക്ക് എന്തോത്തിനാ ഒരു ഒരു തുളസിമാല അർപ്പിച്ച് മണിയടിക്കാൻ നോക്കുന്നത്? മണ്ഡലത്തിലല്ലേ? അതിൻ്റെ ആവശ്യം എന്താ? അവിടെ ഒരു സ്വർണ്ണമാല സമർപ്പിച്ച് സ്വർണം കിരീടം സമർപ്പിച്ച് മണിയടിക്കാൻ നോക്കിയാൽ നടക്കുമോ? ആ വശം ചിന്തിക്കണം. അവിടെ ആവശ്യമില്ല, നമ്മളുടെ ഒന്നും ആവശ്യമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിലേക്ക് തരുന്നത്, നമുക്കൊന്നും കൊടുക്കാൻ കഴിവില്ല. നമ്മൾ പിന്നെ ക്ഷേത്രത്തിൽ കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പണം മുഴുവൻ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം എന്താ? അവിടെ വന്ന് ദുരുപയോഗം ചെയ്യാനോ? അത് ഭരണസമിതി ക്ഷേത്രം ഭരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയാണോ കൊണ്ട് കൊടുക്കുന്നത്? കൊടുത്തോളൂ. 100 രൂപ നിങ്ങൾ ഒരു പോക്കിന് അവിടെ എന്തെങ്കിലും കൊടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ 25 രൂപ കൊടുക്കുക. ക്ഷേത്രം നടത്തിപ്പിന് വേണമല്ലോ. ഈ ബാക്കി 75 രൂപ നമ്മൾക്ക് അർഹതയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സാമ്പത്തികമായിട്ട് വേണ്ടത്ര ചുറ്റുപാടില്ലാത്തവരും പുറത്തത് പറയാത്തവരുമായിട്ടുള്ള SSC പാസ്സായി കഴിയുമ്പം തുറന്നു പഠിക്കാനൊരു വിദ്യാർത്ഥിക്ക് പണമില്ല. അവർ തുറന്നു പറഞ്ഞൊന്നും വരികയില്ല. അവർക്കറിയാം, നമ്മളറിയണം, അറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. ചോദിക്കുകയില്ല. അത് വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുക്കണം അങ്ങോട്ട്. നമ്മൾ ഒരു കൊല്ലം ക്ഷേത്രത്തിൽ കൊടുക്കുന്ന കാണിക്കയായിട്ട് കൊടുക്കുന്ന സംഭാവന കൊടുക്കുന്ന അതിൻ്റെ 75% നമ്മളെടുത്ത് സൂക്ഷിച്ച് അതൊരു വിദ്യാർത്ഥി കൊടുത്താൽ ആ വിദ്യാർത്ഥിയിലൂടെ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകും. എല്ലാ മനുഷ്യനും ദൈവശക്തി ധാരാളമുള്ളവരാണ്. അവരെ നമ്മൾക്ക് വേണ്ടിയുള്ള നമ്മളോടുള്ള ഇഷ്ടം മാത്രം മതി നമ്മളിലേക്ക് ഈശ്വരശക്തി വരാൻ. അത് നമുക്ക് നന്മകളായിട്ട് വരും. നമ്മളുടെ പ്രശ്നങ്ങളിൽ നമ്മളെ ഒഴിച്ച് വിടുന്നതിന് കാരണമാകും. പ്രകൃതി നമ്മൾക്ക് വേണ്ടത് ചെയ്തു തരും. ആ കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കൂ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തി, വേണ്ടത്ര വിവാഹം കഴിച്ചയക്കാൻ ധനമില്ല, അതുകൊണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്നു. ചെയ്യാവുന്നത് ചെയ്യൂ, വേണ്ടത് ചെയ്യൂ. മറ്റാരും അറിയാതെ ആ വീട്ടുകാർ മാത്രം അറിഞ്ഞ് ചെയ്തു, അത് ഗുണം ചെയ്യും. ഈശ്വരാംശം നമ്മളെ അനുഗ്രഹിക്കും. നന്മ ചെയ്യുന്നവന് പ്രകൃതിയാണ് നന്മ കൊടുക്കുന്നത്, പലിശ കൂട്ടി. അല്ലാതെ ആളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഒരാൾ കൊടുത്താൽ നമ്മൾ മറന്നേ കളയണം. അപ്പോഴത് ഒരു കുടുംബത്തിന് എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും സമുദ്ധാനം ചെയ്താൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. പറഞ്ഞാൽ ഗുണം കുറയും. നമ്മളിലേക്ക് പ്രകൃതി തരുന്നതിന് ഗുണം കുറയും. പ്രകൃതിയിൽ നമ്മളിലേക്ക് ഒഴുകും. അത് നമ്മൾ നേരിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അനുഭവമുള്ള ആ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ല ക്ഷേത്രത്തിൽ കൊണ്ടെല്ലാം കൊടുത്തിട്ടൊന്നും നേടാനില്ല. ക്ഷേത്രം നിലനിൽക്കണം, അതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കണം പണം. പക്ഷേ ഒത്തിരി പണം കൊടുക്കണ്ട, കുറച്ച് ആവശ്യത്തിന്. ബാക്കി നമ്മളിലൂടെ ആർക്കെങ്കിലും ഒരു സഹായം. 10 കിലോ അരി വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. അത് പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് തീരുകയല്ലേ, ഒരാഴ്ച കഴിയുമ്പോൾ തീരുകയല്ലേ. പിന്നെ ഈ കഷ്ടപ്പാട്. അയാൾക്കൊരു ചെറിയ തൊഴിൽ തുടങ്ങാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കൂ. ഒരു ചെറിയ തൊഴിൽ, എന്തെങ്കിലും ഒരു തൊഴിൽ, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യണോ അത് ചെയ്യും. എന്തെങ്കിലും ചെയ്യുന്നതിനെ കൊടുക്കാവൂ. ഇതും കൊണ്ട് ഉടനെ അരി വാങ്ങി അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ചുമ്മാ ഇരിക്കുന്നതിന് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. അത് പാപകർമ്മം കൂടിയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു 10 രൂപ ഉണ്ടാക്കാൻ നമ്മൾ 100 രൂപ കൊടുത്താൽ അതുകൊണ്ട് 10 രൂപയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാൻ ശേഷിയുള്ളവന് വേണം കൊടുക്കാൻ. അങ്ങനെയുള്ളവർ കൊടുത്താൽ ഈശ്വരൻ നമ്മളിലേക്ക് ഒഴുക്കിത്തരും. നമ്മളിൽ നിന്ന് നഷ്ടമല്ല വരുന്നത്. നമുക്ക് നഷ്ടമൊന്നും വരില്ല. കൊടുക്കുന്നുണ്ട് ഒരു നഷ്ടവും വരികയില്ല. അർഹതയുള്ളവർ കൊടുത്താലേ അത് അങ്ങനെ സംഭവിക്കൂ. ആവശ്യമില്ലാതെ ക്ഷേത്രത്തിൽ കൊള്ളയടിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പാപകർമ്മമാണ്. ആവശ്യത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ. ആ ക്ഷേത്ര നടത്തിപ്പിന് ആവശ്യം അവിടുത്തെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനും അതിന് അവിടുത്തെ സാധനസാമഗ്രികൾ വാങ്ങാനും മെയിൻ്റനൻസിനും ഒക്കെ ഉള്ളത് കൊടുക്കണം. അവിടുത്തെ ഏകദേശം എത്ര ആൾ ഒരു ദിവസം കൂടുന്നു, അതിന് ഏകദേശം ഒരു മെനക്കോട് കൂടി നമുക്കറിയാം എത്ര വേണമെന്ന്, അതനുസരിച്ച് കൊടുക്കാവുള്ളൂ. ബാക്കി പണം മുഴുവൻ ഏതെങ്കിലും സാമ്പത്തിക സഹായമുള്ളവർക്ക് ഒരു തൊഴിൽ പഠിക്കാൻ, തുടർന്ന് മുന്നോട്ട് പഠിക്കണമെന്നുള്ളവന് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കോഴ്സ് +2 കഴിഞ്ഞു, ടെക്നിക്കൽ കോഴ്സ് കൊടുക്കണമെങ്കിൽ കോഴ്സ് കഴിയുമ്പോഴേക്കും 50,000 രൂപ ചിലവ് വരുമെന്ന് വെച്ചോളൂ. നല്ലൊരു കോഴ്സാണെന്ന് വെച്ചു, ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോജനമുള്ളൊരു കോഴ്സ്.
അപ്പോൾ അവന് പൈസ ഇല്ല, ആ വീട്ടുകാർക്ക് ഉണ്ടാക്കിയാലും ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെട്ട് കഴിയുന്നവരാണ്. നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കാമെങ്കിൽ അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ 50,000 കൂടെ ഒരു 10 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് പ്രകൃതി ചോർത്തി തരും. അത് ഉറപ്പാണ്, അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളിത്. അല്ലാതെ നമ്മൾ കൊടുത്തിട്ട് അത് പറയുകയോ ഒന്നും ചെയ്യണ്ട. ആ വീട്ടുകാരറിഞ്ഞാൽ മതി. പറയുമ്പോൾ ഗുണം നമ്മളിലേക്ക് ഉള്ളത് കുറയുമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞുള്ള ദോഷം. അതുകൊണ്ടാണ് യേശുസ് പറഞ്ഞത് വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയില്ലെന്ന്. ചുമ്മാ പറഞ്ഞതല്ലത്, പറഞ്ഞാൽ അതിന് ഈശ്വര നമ്മളിലേക്ക് ഒഴുകേണ്ടത് കുറയും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു കാരണവശാലും നമ്മൾ ഒരു 10 കിലോ അരി വാങ്ങാനുള്ള പൈസ കൊടുക്കുകയല്ല, അവന് എന്തെങ്കിലും ഒരു പെൺകുച്ചിനെ വിവാഹം കഴിക്കാൻ സഹായിക്കാൻ ന്യായമായിട്ട് സഹായിക്കുകയോ, അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിക്കാൻ ന്യായമായിട്ട് സഹായിക്കുകയോ, വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ പൈസ കയ്യിലില്ല, ഓടെല്ലാം പൊട്ടി അല്ലെങ്കിൽ ഓടെല്ലാം ഇങ്ങനെ ചോരുന്നത് മാറ്റണമെന്നുണ്ട്, അവരിങ്ങനെ നോക്കിയിരിക്കുക, പൈസ ഒന്നും അരി വാങ്ങിച്ച് കഴിഞ്ഞ് ഒന്നും മിച്ചമില്ല. പഠിക്കുന്ന പിള്ളേർക്ക് ഉള്ള ചിലവിടെ വരും, പുസ്തകം വേണം, ബുക്ക് വേണം. ഇപ്പം ഇവിടെ ഒരാൾക്ക് ഒരു 10-15 കിലോമീറ്റർ അകലെയാണ് പോകണ്ടെങ്കിൽ അതിനുള്ള ബസ് ചാർജ് കൊടുക്കണം, അവിടെ കോളേജിൽ പഠിക്കുന്ന സ്ഥാപനത്തിന് ഫീസ് കൊടുക്കണം, ഇതെല്ലാം ഉണ്ടാവും. അതിനുശേഷം ആ വീട്ടിൽ മെയിൻ്റനൻസിൽ പൈസ കാണുകയില്ല, കൊടുക്കൂ. അല്ല, അമ്പലത്തിലല്ല കൊടുക്കേണ്ടത്. അമ്പലത്തിൽ കൊടുത്താൽ ഈശ്വര കോപവും ഉണ്ടാവുള്ളൂ. ആവശ്യത്തിൽ കഴിഞ്ഞ പൈസ കൊടുത്താൽ അത് നിശ്ചയമായിട്ടും ആ പൈസ ഒരുത്തനെ സഹായിക്കൂ, ഒരു സഹജീവിയെ സഹായിക്കൂ, ഗുണമേ ഉണ്ടാവുള്ളൂ. അതങ്ങേയച്ച് ഓർമ്മിച്ച് പറയാൻ പറ്റും. അത് ഈശ്വരൻ നമുക്ക് തന്ന ചാൻസാണ്. ഒരാളെ സഹായിക്കാനെന്ന് ആ ചാൻസ് പോലെ വേണ്ടത് കൊടുക്കൂ. ഈശ്വരനെ കാണുന്നുണ്ട്. ദൈവവിശ്വാസിക്ക് ദൈവം കൊടുക്കും, അല്ലാതെ മറ്റേ ആൾ കൊടുത്താൽ ഒന്നും ആവുകയില്ല. ഒന്നും നമ്മുടെ ആവശ്യം അനുസരിച്ച് കിട്ടുകയില്ലെന്ന് തന്നെയല്ല, നമ്മുടെ ആവശ്യം അറിഞ്ഞു തരാൻ കഴിയാതെ വരും മറ്റൊരു വ്യക്തിക്ക്. പക്ഷെ നമ്മളിങ്ങനെ ഈശ്വരവിശ്വാസത്തോടെ കൊടുക്കുമ്പം ഒരുവനെ പ്രയോജനപ്പെടുകയും ചെയ്യും. അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അയാൾക്ക് നന്മ വരാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പം ഈശ്വരൻ നമ്മളിലൂടെ പ്രവർത്തിക്കും. നമ്മൾക്ക് കൊടുത്തതിന് വളരെ മടങ്ങ് നമ്മളിലേക്ക് വന്നു ചേരും. ഇനി കഥകൾ ഒത്തിരി പറയാനുണ്ട്, അനുഭവ കഥകൾ. സമയം പോകുന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ലിപ്പം. പിന്നെ ഒരിക്കലും എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ പറയാം. നിശ്ചയമായിട്ടും ക്ഷേത്രത്തിൽ ഏൽപ്പിക്കേണ്ട പണം കൊണ്ട് അവിടെ മുഴുവൻ ഏൽപ്പിക്കാതെ സഹജീവികൾക്ക്, ആവശ്യമുള്ളവർക്ക് വേണ്ട സഹായം ചെയ്യൂ. ആരും അറിയാതെ കൊടുക്കൂ. നിങ്ങളിലേക്ക് ഈശ്വരൻ ഒഴുക്കി തരും, ഉറപ്പാത്. അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഇത് പറയുന്നത്. നിശ്ചയമായിട്ടും ഇത് ചെയ്യാവുന്നതാണ് ആർക്കും. ഓക്കെ.